It is very important to establish physical and emotional intimacy for a strong relationship. ഒരു ഹെൽത്തി ഫാമിലി റിലേഷൻഷിപ്പിന് അത്യാവശ്യം വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇമോഷണൽ ഇൻറ്റിമസി, രണ്ട് ഫിസിക്കൽ ഇൻറ്റിമസി. പരസ്പരമുള്ള വിശ്വാസം, സേഫ്റ്റി ഫീലിംഗ്, പരസ്പരം ഉള്ള സപ്പോർട്ട്, എന്തും തുറന്നു പറയാനുള്ള ഓപ്പൺനെസ്സുമുള്ള ഒരുതരം ഇൻറ്റിമസി, ഒരുതരം അടുപ്പം. ഒരാളുടെ ഫീലിങ്സ് അതേപടി ഉൾക്കൊള്ളാനുള്ള മനസ്സും ഈ പാർട്ട്ണർ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം എന്നുള്ള തോന്നലുമൊക്കെയുള്ള ഒരുതരം അടുപ്പം. അവരുടെ എല്ലാ പോരായ്മകളും എല്ലാ നല്ല വശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുക. അവർക്ക് വേദനിക്കുമ്പോൾ തനിക്കും വേദനിക്കുന്നതായി തോന്നുക. അവരുടെ സന്തോഷങ്ങൾ നമ്മളുടെ സന്തോഷങ്ങളാവുക. എത്രയൊക്കെ വഴക്കിട്ടാലും വീണ്ടും വീണ്ടും കൂടെ നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തോന്നുന്ന എന്ന് പറയുന്ന ആ ഒരു അടുപ്പം, ആ ഒരു ഫീലാണ് ഇമോഷണൽ ഇൻറ്റിമസി. വാതോരാതെ പറയുന്നത് കേൾക്കുമ്പോഴും ഒരിക്കലും മടുപ്പ് തോന്നാത്ത ഒരു അടുപ്പം. ഇമോഷണൽ ഇൻറ്റിമസി ഈസ് ദ ക്ലോസ്നെസ് ആൻഡ് കണക്ഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ ഹൂ ഫീൽ സേഫ് ആൻഡ് സെക്യൂർ വിത്ത് വൺ അനദർ. ഒരാൾ മറ്റൊരാളുടെ കൂടെ എപ്പോഴും എല്ലാത്തിനും ഉണ്ടാകുമെന്നുള്ള തോന്നൽ, എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കൂടിയാണ് ഇമോഷണൽ ഇൻറ്റിമസി എന്നത്. സ്നേഹത്തിനും അപ്പുറം, ഒപ്പം ഇരിക്കുന്നതിനുമപ്പുറം മനുഷ്യരുടെ പേഴ്സണൽ സ്പേസിനെയും മാനിക്കുന്ന ഉൾക്കൊള്ളൽ. ഇമോഷണൽ ഇൻറ്റിമസി നഷ്ടപ്പെടുകയാണെങ്കിൽ രണ്ടു പേരുടെ ഇടയിലുള്ള ഓവറോൾ കണക്ഷൻ തന്നെ നഷ്ടപ്പെടും. ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യും, സേഫ്റ്റി ഫീലിംഗ് നഷ്ടപ്പെടും, സ്നേഹശൂന്യത അനുഭവപ്പെടും, അൺഹാപ്പിനെസ്സും അതിയായ സങ്കടവും ഉണ്ടാവും. മനസ്സിൻ്റെ ഫീലിങ്സ് ഷെയർ ചെയ്യപ്പെടാതെ നിസ്സഹായമായ അവസ്ഥയിൽ എത്തിച്ചേരാൻ ആൻസൈറ്റി, ഡിപ്രഷൻ ഒക്കെ ഉണ്ടായിരുന്നു വരാം. ഇമോഷണൽ ഇൻറ്റിമസി പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഫിസിക്കൽ ഇൻറ്റിമസി എന്നത്. പാർട്ട്ണറെ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ കണ്ണുകളിൽ നോക്കി തുറന്ന മനസ്സോടുകൂടി അവരെ കേൾക്കുന്നതും ഒരാളെ തൊടുമ്പോൾ അവരുടെ സങ്കടങ്ങൾ ഹീലായി എന്ന് തോന്നുന്ന ഒരുതരം അടുപ്പം, ചേർത്ത് പിടിക്കുമ്പോൾ സന്തോഷം അനുഭവിക്കുന്ന ഫീൽ. സ്നേഹം മനസ്സുകളിൽ മാത്രമല്ല ശരീരത്തിലേക്കും പടരുന്ന ഒരു ഫീലാണ്. ഫിസിക്കൽ ഇൻറ്റിമസി ഈസ് അബൌട്ട് ടച്ച് ആൻഡ് ക്ലോസ്നെസ് ബിറ്റ്വീൻ ടു ബോഡീസ് and it might include holding hands, cuddling, hugging, kissing and sex. Kissing and hugging are the best forms of physical intimacy. The oxytocin hormones released while kissing and hugging. The lack of physical intimacy can lead to the brain developing stress hormones like cortisol. It may cause depression, anxiety and stress. In case of lack of emotional intimacy, where partners no longer feel safe, secure or connected emotionally, and can lead to feeling of isolation and distance within the relationship. Over time, the absence of physical and emotional intimacy can contribute to misunderstandings, decrease in communication and even the deterioration of the relationship itself. So it is very important to establish physical and emotional intimacy for a strong relationship. ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഇൻറ്റിമസി ഉള്ളവരിൽ ഹാപ്പി ആൻഡ് ലവ് ഹോർമോൺസായ ഡൊപ്പമൈനും ഓക്സിറ്റോസിനും ഉത്തേജിപ്പിക്കപ്പെടും. അത് എപ്പോഴും പങ്കാളികളെ ഹാപ്പിയാക്കി ഇരുത്താൻ സഹായിക്കും. ബന്ധം കൂടുതൽ ദൃഢമുള്ളതാക്കും, പുതുമയുള്ളതും ആക്കും. There are no perfect husbands and perfect wives. If you love unconditionally, if you show physical and emotional intimacy, if you believe and trust each other, there will be many happy moments in your life. Thank you. ഏവർക്കും നന്ദി, സ്നേഹം.